Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13-നാണ് നടക്കാൻ പോകുന്നത്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 55 ചോദ്യങ്ങൾ ഇതുവരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡീറ്റെയിൽ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC KFC അസിസ്റ്റന്റ് എക്സാമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. MCQ പ്രാക്ടീസ്, അതുപോലെ തന്നെ PDF നോട്ട്സ്, ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 100 സ്റ്റുഡൻസിന് ഓഫർ പ്രൈസിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2500 റുപ്പീസ് മാത്രമാണ് വരിക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. The doctrine that explains person dealing with the company is presumed to know the contents of public documents. അപ്പോൾ 4 ഡോക്ട്രിൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ദി ഡോക്ട്രിൻ ദാറ്റ് എക്സ്പ്ലെയിൻ ദി പേഴ്സൺ ഡീലിംഗ് വിത്ത് ദ കമ്പനി, ഒരു കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ഏതിലാണ്? താഴെ പറയുന്ന 4 നമ്പർ 1 ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ്, ദെൻ ഡോക്ട്രിൻ ഓഫ് ഇൻട്രാവയേഴ്സ്, ദെൻ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ദെൻ ഡോക്ട്രിൻ ഓഫ് ഇൻഡോ മാനേജ്മെന്റ്. 4 പറഞ്ഞിട്ടുണ്ട്. ഏതാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ് ആണ്. എന്താണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ് പറയുന്നത്? ബിയോണ്ട് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഒന്നും പോകാൻ പാടില്ല. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ കമ്പനീനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ അത് വിട്ടിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സിൽ പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡോക്ട്രിൻ ഓഫ് ഇൻട്രാവയേഴ്സ്. വിതിൻ ദി ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുന്നതാണ് ഇൻട്രാവയേഴ്സ് എന്ന് പറയുന്നത്. അൾട്രാവയേഴ്സിന് നേരെ ഓപ്പോസിറ്റ് കൺസെപ്റ്റ്. ദെൻ പിന്നെ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഉണ്ട്. കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താ? ഒരു സ്ഥാപനത്തിന് ഡീൽ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. അപ്പോൾ ഒരു സ്ഥാപനവുമായിട്ട് ഡീൽ ചെയ്യുന്നൊരു വ്യക്തി സ്ഥാപനത്തിൻ്റെ ഈ പറയുന്ന പബ്ലിക് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും മെമ്മോറാണ്ടത്തിലും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഉണ്ട്. അത് തേർഡ് പാർട്ടീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, തേർഡ് പാർട്ടീസ് നമ്മുടെ സ്ഥാപനവുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഞാൻ ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 57. വിച്ച് അമംഗ് ദി ഫോളോയിങ് സെക്ഷൻ അണ്ടർ കമ്പനീസ് ആക്ട് 1956 explain the provisions about statement in lieu of prospectus? അപ്പോൾ ഏത് സെക്ഷൻ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്? 71 ഉണ്ട്, 70, 72, 71, 70 ആണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ പ്രോസ്പെക്ടസ് ഉണ്ട്. പ്രോസ്പെക്ടസിൽ എന്താണ്? കമ്പനിയുടെ ഷെയർസ് സെല് ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയുള്ള കമ്പനിയുടെ മൊത്തം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്, അല്ല ഷെയർ പ്രൈസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പ്രോസ്പെക്ടസ്. മൊത്തം കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെ പബ്ലിക്കിനെ ഷെയർസ് ഇഷ്യൂ നടത്താണ്ട് പ്രൈവറ്റായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവർ ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ പറയുന്ന അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ്. പബ്ലിക്കായിട്ട് ഷെയർ ഇഷ്യൂ നടത്താത്തവർ, ഓക്കെ, അവർക്കുള്ളതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 70 കേട്ടോ, ഓപ്ഷൻ ബി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 58. An unlisted company can issue sweat equity shares as per ഏത് സെക്ഷനാണ്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊക്കെ അവർ നന്നായിട്ട് വർക്ക് ചെയ്യണു, അവരുടെ പെർഫോമൻസ് നല്ലതാണെന്ന് കാണുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് ഷെയർസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം.
അതർ ദാൻ ക്യാഷ് കൊടുക്കുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അവർ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. സോ സെക്ഷൻ 54 അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അൺലിസ്റ്റഡിനാണെങ്കിലും ലിസ്റ്റഡിനാണെങ്കിലും പറ്റും. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 58 കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 59. ദി ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി മസ്റ്റ് ബി ഹെൽഡ്. ആദ്യത്തെ ജനറൽ മീറ്റിംഗ് ഒരു കമ്പനിയുടെ എത്ര നാളുകൾക്കുള്ളിൽ നടത്തണം? വിതിൻ 3 months പറഞ്ഞിട്ടുണ്ട്. 6, 9, 10. ഏത് ആൻസർ? ഓപ്ഷൻ സി ആണ്. വിതിൻ 9 months ഫ്രം ദി ക്ലോസിംഗ് ഓഫ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ 9 മാസം മുമ്പ് നമ്മൾ മീറ്റിംഗ് നടത്തണം എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 60. ഹൂ കനോട്ട് ഫയൽ എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് പെറ്റീഷൻ കൊടുക്കാൻ സാധിക്കാത്തത്, കൊടുക്കാൻ പറ്റില്ലാത്തത് ആരാണ്? രജിസ്ട്രാർ ഉണ്ട്, ആദ്യം പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രാർക്ക് കൊടുക്കാം, കമ്പനി ഇറ്റ്സെൽഫ് പറ്റും, കോൺട്രിബ്യൂട്ടർക്ക് പറ്റും, പ്രൊമോട്ടേഴ്സിന് സാധ്യമല്ല. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രൊമോട്ടേഴ്സ്. ഓക്കെ, പ്രൊമോട്ടർക്ക് പറ്റില്ല. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണാം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ആണ് ഓഫീസ് അസിസ്റ്റൻ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഐഡിയ ലഭിക്കും. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, ജസ്റ്റ് ഒരു ഡിറക്റ്റ് ചോദ്യമല്ല വരുന്നത്. അപ്പോൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി പ്രോപ്പറായിട്ട് ഉണ്ടാക്കി അതിൻ്റെ ബേസിൽ മുന്നോട്ട് പോയാലേ കാര്യമുള്ളൂ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.